ആ പ്രവർത്തനങ്ങളിലും സുന്നത്തുകളെ ജീവിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ വിജയിച്ചു എന്നതിൻ്റെ അടയാളമാണ്. ഇമാം ഷാത്തിബി റളിയല്ലാഹു അൻഹു മൂന്നാമതായി നമ്മെ പഠിപ്പിക്കുന്നത് നല്ലവരുമായുള്ള കൂട്ടുകെട്ട്. അത് നമ്മൾ വിജയിക്കാനുള്ള ഒരു അടയാളമാണ്. പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, അയാള് റമദാനിന് മാത്രമേ അയാളെ കാണാറുള്ളൂ, അല്ലെങ്കിൽ ഓന് സ്കൂൾ വിട്ടാല് അവിടെ ഇങ്ങനെ പോസ്റ്റുമിൽ പോയിരിക്കും പെണ്ണുങ്ങളെ നോക്കാൻ. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ അയാള് പെണ്ണുങ്ങളെ മാത്രമേ നോക്കാറില്ല. ഓന് പണ്ട് ചീട്ട് കളിയിൽ ഭയങ്കര ഉഷാറായി. ഇപ്പൊ അങ്ങനത്തെ അതിലൊന്നുമില്ല. അല്ലെങ്കിൽ ഓന് പണ്ട് നിസ്കാരമൊന്നുമില്ല. ഇപ്പൊ അതാ മമ്പുറ സ്വലാത്തിന് സജീവാണ്, കുണ്ടൂര് ബുർദയില് സജീവാണ്, എല്ലാ നല്ല മജ്‌ലിസുകളിലും സജീവാണ്. ഇങ്ങനൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓള് പണ്ട് ഒരു വസ്തു അറിയില്ല, ഖുർആൻ ഓതാൻ പോലും അറിയില്ല. ഓളെ കെട്ടിച്ചതിൻ്റെ ശേഷം ഓളെ പുതിയാപ്പോൾക്ക് നല്ല ഖുർആൻ ഓതാൻ അറിയും. അതുകൊണ്ട് ഓടും ഖുർആൻ ഓതാൻ പഠിച്ചു, ഓടും ദിക്റൊക്കെ ചൊല്ലാറുണ്ട്. അതുപോലെ അങ്ങനെ നമ്മൾ ഇഷ്ടം പോലെ കേൾക്കാറുണ്ട്. ഓനെ ആചാര കൂടെ നടന്നപ്പോൾ ഓന് ഉഷാറായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ ഈ ഭാഗത്തൊക്കെ ആ നാട്ടു മൗലൂദിൽ ആ കുട്ടികളെ കൂടിയപ്പോൾ ഓൻ നല്ല മൗലൂദ് ചെല്ലാറുണ്ട്. അങ്ങനെ തുടങ്ങി നല്ലവരുമായി കൂട്ടുകൂടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നേട്ടം, അത് ഒരു പഴഞ്ചൊല്ലുണ്ട്, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും എന്ന് പണ്ടേയുള്ള ആളുകൾ പഴഞ്ചൊല്ലായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിലും ഒരു കാര്യമുണ്ട്. നമ്മുടെ സഹവാസത്തെയും സൗഹൃദത്തെയും കുറിച്ചുള്ള പഴഞ്ചൊല്ലാണെങ്കിലും സൗഹൃദങ്ങൾ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിലും ജീവിത മാറ്റങ്ങൾക്കും നല്ല ഒരു പങ്ക് വഹിക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കൾ നന്നാകുമ്പോഴേ നമുക്ക് നന്നാകാൻ പറ്റും, നന്നായാലേ നമുക്ക് വിജയിക്കാൻ പറ്റും. അതുകൊണ്ടാണ് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു കുട്ടികളെ വളർത്തുന്ന വിഷയം ചർച്ച ചെയ്ത് പറയുന്നു, അസ്ലു തദ്ബീബിസ് സിബിയാൻ അൽ ഹിഫ്ദു മിൻ ഖുറനാഇസ്. ഒരു കുട്ടിയെ അദബ് പഠിപ്പിക്കുന്നതിൽ ഏറ്റവും അടിസ്ഥാനമായത് അൽ ഹിഫ്ദു മിൻ ഖുറനാഇസ്, മോശമായ കൂട്ടുകെട്ടിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കലാണ്. അപ്പോൾ നമ്മുടെ മക്കൾ വളരുന്നത് നല്ല കൂട്ടുകാരെ കൂടെയാണോ? രക്ഷിതാക്കളുടെ ഒരു കണ്ണ് നമ്മുടെ മക്കളോടുകൂടെ ഉണ്ടെങ്കിൽ ആ രക്ഷിതാവിന് രക്ഷയുണ്ട്. ആ രക്ഷിതാവ് എപ്പോഴും നോക്കേണ്ടത് എന്റെ മകനെ കൂട്ടുകൂടുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ കൂട്ടുകാർക്കൊപ്പമാണോ, എങ്കിൽ എന്റെ കുട്ടി രക്ഷപ്പെട്ടല്ലോ. എന്റെ കുട്ടി കൂട്ടുകൂടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവരുടെ കൂടെയാണോ, അവിടുത്തെ ഉമ്മയും ഉപ്പയും നരകത്തിലേക്ക് പോകുന്നവരാണെന്ന് പറയുന്നവരുടെ കൂടെയാണോ, അതല്ലെങ്കിൽ കള്ളുകുടിയന്മാരുടെ കൂടെയാണോ, സമയം വെറുതെ പാഴാക്കി കളയുന്ന ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ടൗണിൽ കറങ്ങി നടക്കുന്നവരുടെ കൂടെയാണോ, അല്ലെങ്കിൽ കഞ്ചാവിന്റെയും അതുപോലെയുള്ള ദുഷ്പ്രവൃത്തിയും ചെയ്യുന്നവരുടെ കൂടെയാണോ? അവർക്ക് നോക്കേണ്ടത് രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. അങ്ങനെ നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ പ്രായമായിട്ടും മക്കള് നിസ്കരിക്കുന്നില്ല. ഉസ്താദേ ഒന്ന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, ദുആ ചെയ്യാം. പക്ഷേ നമ്മൾ അടിസ്ഥാനമായി നന്നാക്കേണ്ടത് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞ വിഷയമാണ് അൽ ഹിഫ്ദു മിൻ ഖുറനാഇസ്.
അവന്റെ മോശമായ കൂട്ടുകെട്ട് അത് നമ്മൾ നന്നായി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വലിയ അപകടത്തിൽ നമ്മൾ വിട്ടുപോവുകയാണ്. അങ്ങനെയാണല്ലോ ആ മക്കള് പിന്നെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഉപ്പക്കോ ഉമ്മക്കോ മിണ്ടാൻ കഴിയുന്നില്ല. അവരെന്തെങ്കിലും മിണ്ടിയാൽ മാതാവിന്റെ നേരെ കയർക്കുകയാണ്, ഉപ്പയുടെ നേരെ കയർക്കുകയാണ്, ഒന്നും പറയാൻ പറ്റുന്നില്ല. പിന്നെ മുതിർന്നവരോട് അനുസരണമില്ല, കാരണവന്മാരോട് അനുസരണമില്ല, എന്തും തോന്നിയതുപോലെ നടക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക് പോകുകയാണ്. അതുകൊണ്ടാണല്ലോ ഉപ്പമാരെ ഉമ്മമാരെ ഒരിക്കലും തന്നെ നമ്മുടെ മക്കള് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോഴേ നമ്മൾ ആ കുട്ടിയെ ഒരിക്കലും ക്ഷമിക്കാൻ പാടില്ല. ഒരു കുട്ടി തെറ്റെന്തെങ്കിലും വന്നു പോയാൽ ലക്ഷണം കെട്ടോനെ പറയാൻ പാടില്ല. ദേശിന്റെ മോനെ അത് നിങ്ങൾ പൂരിപ്പിച്ചോളൂ, അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. ഒരു ഉപ്പ അല്ലെങ്കിൽ ഒരു ഉമ്മ സ്വന്തം മകനെ കുറിച്ച് സ്വന്തം മകളെ കുറിച്ച് അങ്ങനെ എന്തെങ്കിലും തൊള്ളയിൽ നിന്ന് മോശമായത് വന്നു പോയാൽ പിന്നെ ഡയറക്റ്റായിട്ട് ലഭിക്കും ആ മകൻക്ക് അല്ലെങ്കിൽ ആ മകൾ. ഒന്നും പറയരുത്, മറിച്ച് പടച്ച റബ്ബിനോട് പറയണം, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. മാതാപിതാക്കൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയിൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പ്രാർത്ഥനയിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അത് നിത്യമായി പതിവാക്കുകയും ഇനി ഒന്നും കഴിഞ്ഞിട്ടില്ലേ പഠിച്ചോനെ എന്റെ മകനെ നീ നന്നാക്കണം, എന്റെ മകളെ നീ നന്നാക്കണേ, അവർക്ക് നല്ല ബുദ്ധി കൊടുക്കണേ. അങ്ങനെ പറയുമ്പോഴേ നമ്മുടെ മക്കൾ നന്നാവൂ. അതുകൊണ്ടല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, ഒരു മകൻ വിവാഹം ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു മകളെ കെട്ടിച്ചയക്കുകയാണ്, അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ദീനുടയ കുടുംബത്തെ, ദീനുടയ ഒരു വരനെ അല്ലെങ്കിൽ ദീനുടയ ഒരു പെൺകുട്ടിയെ മകൻക്ക് വിവാഹം ചെയ്തു കൊടുക്കണം. മകളാണെങ്കിൽ ഒരു വരനെ കണ്ടെത്തണം. അതല്ലാതെ നമ്മൾ കണ്ടെത്തിയാൽ തീർച്ചയായും ആ മകൻ നശിച്ചു പോകും അല്ലെങ്കിൽ ആ മകൾ നശിച്ചു പോകും. അതുകൊണ്ടാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വസുഹ്ബതുഹു ലിഅഹ്ലി സ്വലാഹ്. കൂട്ടുകെട്ട്, ഭാര്യ എന്നുള്ളത് കൂട്ടുകെട്ടാണ്, ഭർത്താവ് എന്നത് കൂട്ടുകെട്ടാണ്, സൗഹൃദം എന്നുള്ളത് കൂട്ടുകെട്ടാണ്. കൂട്ടുകെട്ട് ഏത് മേഖലകളാണെങ്കിലും ആ കൂട്ടുകെട്ട് നല്ലതല്ലെങ്കിൽ പിഴച്ചു പോകും. അല്ലാഹു രക്ഷിക്കുമാറാകട്ടെ. നാലാമത്തെ അടയാളം മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്, വഹുസ്നു അഖ്ലാഖിഹി മഅൽ ഇഖ്വാൻ. എല്ലാവരോടും നല്ല സ്വഭാവം പുലർത്തിയാൽ അദ്ദേഹവും വിജയിച്ചു. എല്ലാവരോടും നല്ല സ്വഭാവം. മഹാനായ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും, മാ മിൻ ഷൈഇൻ അത്ഖലു ഫീ മീസാനിൽ മുഅ്മിൻ യൗമൽ ഖിയാമത്തി മിൻ ഹുസ്നിൽ ഖുൽഖ് ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, മാ മിൻ ഷൈഇൻ അത്ഖലു ഫീ മീസാനിൽ മുഅ്മിൻ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ മീസാനിൽ, മീസാൻ വല്ലാത്തൊരു സംഭവം തന്നെ. ഒരു തട്ടിൽ നന്മയും ഒരു തട്ടിൽ തിന്മയും ഒരു മനുഷ്യനെ അളന്നു നോക്കുന്ന വല്ലാത്തൊരു അവസ്ഥയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഒക്കെ മീസാനിൽ നന്മക്ക് ഭാരം തൂങ്ങുന്ന വിഭാഗത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം റഹ്മാനേ. ആ മീസാനാകുന്ന തുലാസ് തൂക്കുമ്പോ അവിടെ വെച്ച് നമുക്ക് ഒരിക്കലും തന്നെ പണം കൊടുത്തിട്ട് എൻ്റെ നന്മക്ക് ഭാരം കിട്ടണേ എന്ന് പറഞ്ഞിട്ട് ഒരു നിലക്കും രക്ഷപ്പെടാൻ കഴിയാത്തൊരു ലോകം. അവിടെയാണ് രക്ഷ. അവിടെ നമുക്ക് നന്മക്ക് ഭാരമുണ്ടോ അവൻ രക്ഷപ്പെട്ടു. ആ മീസാനാകുന്ന തുലാസ് കള്ളം പറയൂല, എന്തെങ്കിലും കൊടുത്തിട്ട് നമുക്ക് ഭാരം കൂട്ടാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ലോകം. അല്ലാഹുവേ, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരു മുഅ്മിനിന്റെ മീസാനിൽ ഏറ്റവും കൂടുതൽ മീസാനിൽ ഭാരം തൂങ്ങുന്ന ഒരു അമലുണ്ടെങ്കിൽ
അത് മിൻ ഹുസ്നിൽ ഖുൽഖ്, അത് സൽ സ്വഭാവമാണ്. വല്ലാത്തൊരു ഭാരം കൂടുന്ന സംഗതിയാണ്. എല്ലാവരോടും നല്ല സ്വഭാവം. ഇന്നൽ മുഅ്മിന ലയുദ്രികു ബിഹുസ്നി ഖുൽഖിഹി ദറജത സ്വാഇമിൽ ഖായിം. മറ്റൊരു ഹദീസിൽ കാണാം, തീർച്ചയായും ഒരു മുഅ്മിന്, ആ മുഅ്മിന് ലഭിക്കുന്ന ഒരു സ്ഥാനമുണ്ട്. അത് പകൽ മുഴുവനും നോമ്പനുഷ്ഠിക്കുന്നു, രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്നു. അവരുടെ ഡിഗ്രി കിട്ടുന്ന ഒരു സ്ഥാനം അത് ഹുസ്നുൽ ഖുൽഖ്, സൽ സ്വഭാവമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും, അക്മലുൽ മുഅ്മിനീന ഈമാന, ഒരു മുഅ്മിനിന്റെ ഈമാൻ പരിപൂർണമാകുന്നത് അഹ്സനുഹും ഖുലുഖാ, അവരുടെ സ്വഭാവം അവർ നന്നാക്കിയോ അവരാണ് ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ടോപ്പായി നിൽക്കുന്ന മനുഷ്യൻ. അല്ലാഹു ആ രൂപത്തിൽ നമ്മുടെ സ്വഭാവം നന്നാക്കി തരുമാറാകട്ടെ. എല്ലാവരോടും നല്ല സ്വഭാവം. ഭർത്താവ് ഭാര്യയോട് നല്ല സ്വഭാവം. എന്തെങ്കിലും ഒരു ഉപ്പ് കുറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ ചീത്ത പറയാൻ പാടില്ല. ഇനി തിരിച്ചിങ്ങോട്ടും ഭർത്താവിനോട് ഭാര്യയും കയർക്കാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി കഴിഞ്ഞ് അതല്ലെങ്കിൽ തിരക്കിനിടയിൽ എന്തെങ്കിലുമൊക്കെ സാധനം മറന്നതിൻ്റെ പേരിൽ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയം പറഞ്ഞതിൻ്റെ പേരിൽ ഒരിക്കലും ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടോ പറയാൻ പാടില്ല. അതേ രൂപത്തിൽ കൂട്ടുകാരോട്, ഉസ്താദുമാരോട്, അതുപോലെ തന്നെ പള്ളിയിൽ വന്നാൽ, മദ്രസയിൽ വന്നാൽ, അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തനങ്ങളുടെ മീറ്റിങ്ങിൽ വന്നാൽ, അതുപോലെ കമ്മിറ്റി യോഗങ്ങളിൽ വന്നാൽ, ഇതൊക്കെ നല്ല സ്വഭാവത്തിൽ പെരുമാറണം. അപ്പോഴേ നമുക്ക് നിലയും വിലയും ഉണ്ടാവുകയുള്ളൂ. നല്ല സ്വഭാവം, എല്ലാവരോടും നല്ല സ്വഭാവം. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വലിയ ദറജ കൊടുക്കുകയുള്ളൂ. ഇങ്ങനെ നമ്മൾ വാഹനത്തിൽ പോകുമ്പോൾ റോഡ് സൈഡിലാണെങ്കിലും ഒരിക്കലും തന്നെ നമ്മൾ റോഡ് സൈഡിൽ വെച്ചിട്ട് മറ്റുള്ളവരോട് ചീത്ത പറയാനോ അതല്ലെങ്കിൽ അവിടെ വെച്ച് വേറെ എന്തെങ്കിലും കളി കളിച്ചാലോ മറ്റുള്ളവരുടെ ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള ബോധം നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ ഏത് മേഖലകളിലും നല്ല സ്വഭാവത്തിൽ പെരുമാറാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം. അങ്ങനെ പെരുമാറുമ്പോഴാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ സ്ഥാനത്തിൽ നമ്മൾ എത്തിപ്പെടുകയുള്ളൂ. മഹാനായ ഹാരിസുൽ മുഹാസബി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ആ മഹാൻ പറയുന്നു, 10 സ്വഭാവം നമുക്കുണ്ടായാൽ ഏകദേശം നമ്മൾ നന്നാവും. ആ 10 സ്വഭാവം മാത്രം പറയാണ്. 1, കളവ് പറയാൻ പാടില്ല. എത്ര വലിയ പ്രതിസന്ധി വന്നാലും കളവ് പറയരുത്, സത്യം പറഞ്ഞ് ജീവിക്കണം. 1. 2, വെറുതെ വല്ലാഹി, എന്ത് കിട്ടിയാലും വല്ലാഹി 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 അങ്ങനെ നമ്മൾ പറയാനേ പാടില്ല. അള്ളാഹുവിനെ കുറിച്ച് സത്യം ചെയ്യുക എന്നുള്ളത് വളരെ പ്രതിസന്ധിയുള്ള ഒരു സമയം വന്നു. ആ സമയം വന്നു, ഒന്നും കഴിയുന്നില്ല. അപ്പൊ വല്ലാഹി, ഞാൻ സത്യമാണ് പറയുന്നത്. ആ സമയത്തല്ലാതെ ഒരിക്കലും കാണുന്നതിന് ഫുള്ള് വല്ലാഹി വല്ലാഹി എന്ന് പറയുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകാൻ പാടില്ല. 3, വാക്ക് പറഞ്ഞാൽ പാലിക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുക, അത് ഒരു മുഅ്മിനിന്റെ അടയാളമാണ്. 4, ഒരാളെയും നമ്മൾ ശപിക്കാൻ പാടില്ല. ചെങ്ങായി, അങ്ങനെ ഉണ്ടല്ലോ, നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഒരു രൂപം ശപിച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. എല്ലാവരും നന്നാവണം എന്നൊരു ചിന്ത നമുക്കുണ്ടാവണം. 5, നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ചീത്ത പറഞ്ഞാൽ, കുറ്റം പറഞ്ഞാൽ, ഇകഴ്ത്തി സംസാരിച്ചാൽ, അക്രമം ചെയ്താൽ, ആ വ്യക്തിക്ക് എതിരായി ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ല. അദ്ദേഹം നന്നാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അത് നല്ലൊരു സ്വഭാവമാണ്. ഞങ്ങളുടെ ഒരു ഉസ്താദ് പറയാറുണ്ട്, മലപ്പുറം ജില്ലയിലെ ഒരാൾ ഉസ്താദ് അവർക്ക് ഒരു കാറ് കൊടുത്തപ്പോ ആ ഭാഗത്ത് വന്നപ്പോ ഏതൊരു ഭാഗത്ത് വന്നപ്പോ ഏറ് കിട്ടി. മറ്റൊരു ഭാഗത്ത് പോയപ്പോ നല്ല സ്വാഗതം ചെയ്തു.
അപ്പൊ ഉസ്താദ് പറയാണ്, രണ്ടുപേർക്കും അല്ലാഹുവാണല്ലോ മനസ്സ് കൊടുത്തത്. ഒരു ഭാഗത്ത് എറിയാനുള്ള മനസ്സ് കൊടുത്തു, ഒരു ഭാഗത്ത് സ്വീകരിക്കാനുള്ള മനസ്സ് കൊടുത്തു. അല്ലാഹു എല്ലാവരെയും നന്നാക്കട്ടെ. ഇതാണ് ഒരു മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്, നല്ല സ്വഭാവം. എന്നാൽ ഒരു മനുഷ്യനെ നന്നായി വേദനിപ്പിച്ചു, ആ വേദനിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവൻ എന്തെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചാലോ സ്പോട്ടിൽ അവന് തട്ടും. അതുകൊണ്ടാണ് ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന നിങ്ങൾ സൂക്ഷിക്കണം. ഇല്ലാത്തത് ഒരാളെയും നമ്മൾ പറയാൻ പാടില്ല, ഒരാളെയും ഒരു ആരോപണവും പറയാൻ പാടില്ല, ഒരിക്കലും തന്നെ നമ്മൾ കാണാത്തത് പറയാൻ പാടില്ല. അങ്ങനെ പറയുമ്പോൾ ആ മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിൽ വല്ലതും വേദനിച്ചാൽ ആ വേദന കൊണ്ട് പടച്ചോനെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, എന്നെ കുറിച്ചാണല്ലോ അത് പറയുന്നത് എന്ന് പറഞ്ഞ് അവന്റെ മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ സ്പോട്ടിൽ തന്നെ അത് ലഭിക്കും. പക്ഷെ അങ്ങനെ നമ്മളാണ് ആ സ്പോട്ടിൽ വേദനിക്കുന്നത് എങ്കിലും നമ്മളെ കുറ്റം പറഞ്ഞവന്, ഇകഴ്ത്തി സംസാരിച്ചവന്, ആരോപണം പറഞ്ഞവന് നമ്മൾ എതിരായി പ്രാർത്ഥിക്കരുത് എന്നാണ് മഹാനായ ഹാരിസുൽ മുഹാസബ റളിയല്ലാഹു അൻഹു പറയുന്നത്. കാരണം എത്ര വേദനിച്ചാലും നമ്മൾ പടച്ചോനെ ഓനെ നന്നാക്കണേ എന്ന് പറഞ്ഞാൽ അല്ലാഹു വലിയ പദവി തരും. അത് കരുതി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം. ഒന്ന്, ഒരു വ്യക്തിയെ നമ്മൾ ജീവിതത്തിൽ വേദനിപ്പിക്കാൻ പാടില്ല. വേദനിപ്പിച്ചാൽ അദ്ദേഹം ഒരിക്കലും തന്നെ എതിരായി പ്രാർത്ഥിക്കാനും പാടില്ല. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തട്ടും. അപ്പോൾ നമ്മൾ നല്ല രൂപത്തിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടി മഹാന്മാർ നമുക്ക് ഓരോ ഉപദേശവും തരികയാണ്. അതുകൊണ്ട് തന്നെ ആറാമതായി പഠിപ്പിക്കുന്നു, ഒരാളെ കുറിച്ചും അയാൾ കാഫിറാണെന്ന് പറയാൻ പാടില്ല. കാരണം ഒരാളെ കുറിച്ചും കാഫിർ എന്നോ മുനാഫിഖ് എന്നോ മുശ്രിക് എന്നോ നമ്മുടെ മായ കൊണ്ട് ഒരാളെ കുറിച്ചും പറയാൻ പാടില്ല. കാരണം ഒരു കാഫിർ എപ്പോഴാണ് മുസ്ലിമാവുന്നത് നമുക്ക് പറയാൻ കഴിയുമോ? ഇന്ന് രാവിലെ മുസ്ലിമായവൻ ഇന്ന് വൈകുന്നേരം തന്നെ കാഫിറാകുന്ന ചുറ്റുപാട് വരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ഒരു കാഫിറിനെ കുറിച്ചും അയാൾ നരകത്തിലാണ് എന്നോ അയാൾ അങ്ങനെയാണ് എന്നോ നമ്മൾ പറയാൻ പാടില്ല. നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്, നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബോഡിയെയാണ്, നമ്മുടെ ശരീരത്തെയാണ്. ഈ ശരീരമാണല്ലോ രക്ഷപ്പെടേണ്ടത്. നമ്മൾ അതിന് മറ്റുള്ളവരെ കുറിച്ച് പറയാൻ പോകണം. നമ്മളല്ലല്ലോ ഒരാളെ സ്വർഗത്തിലേക്ക് കടത്തുന്നവനും നരകത്തിലേക്ക് കടത്തുന്നവനും നമ്മളല്ലല്ലോ. നമ്മുടെ ശരീരത്തെ തന്നെയല്ലേ നമ്മൾ സംരക്ഷിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ തേടേണ്ട നേട്ടം പടച്ചോനെ മുഅ്മിനായി ജീവിക്കാനും ജനിക്കാനും ഭാഗ്യം തന്ന റബ്ബേ, മുഅ്മിനായിട്ട് തന്നെ നിന്നിലേക്ക് മടങ്ങണം. അത് ഈമാനോടുകൂടെ ആഖിബത്ത് നന്നായി മരിക്കണം. ഈ പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത്. അല്ലാഹു ആ രൂപത്തിൽ ആഖിബത്ത് നന്നായി മരിക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. ഏഴാമതായി മഹാനവറുകൾ പഠിപ്പിക്കുന്നു, നാം രഹസ്യമായോ പരസ്യമായോ തെറ്റ് ചെയ്യും എന്ന് പറയാൻ പാടില്ല. അത് കടുത്ത തെറ്റാണ്. ഒരിക്കലും തന്നെ ഇന്ന് രാത്രി ഞാൻ അത് ചെയ്യും, ഒരു കള്ളുകൂടിയം പറയാം, ഞാൻ ഇന്ന് രാത്രി കള്ളുകുടിക്കും, പറയാൻ പാടില്ല. അങ്ങനെ തുടങ്ങി ഒരു തെറ്റും രഹസ്യത്തിലോ പരസ്യത്തിലോ ഞാൻ ചെയ്യും എന്ന് പറയാൻ പാടില്ല. നേരെ മറിച്ച് നന്മയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഇത്ര ഖുർആൻ ഓതും, ഇന്ന് രാത്രി ഞാൻ ഇത്ര സ്വതക ചെയ്യും, ഇന്ന് രാത്രി ഞാൻ ധാരാളം സ്വലാത്ത് ചൊല്ലും, അത് പറയാം. നേരെ മറിച്ച് ഒരു തെറ്റ് ഞാൻ അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞാൽ ആ തെറ്റ് ചെയ്തതിന്റെ അത്രയും ഡിഗ്രിയായി അവന്റെ മീസാനിൽ തിന്മ എഴുതി വെക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എട്ടാമതായി നമ്മെ പഠിപ്പിക്കുന്നു, കുറച്ചോ കൂടുതലോ ജനങ്ങളെ വസ്വാസാക്കുന്ന പ്രവൃത്തി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഉദാഹരണത്തിന് നമുക്കറിയാത്തൊരു സംഗതി നമ്മൾ അങ്ങനെ പറഞ്ഞു, ആ പറഞ്ഞതിന്റെ പേരിൽ ജനങ്ങൾക്ക് കൺഫ്യൂഷനായി. അങ്ങനെ ജനങ്ങൾക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കുന്ന സംഗതി നമ്മൾ അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കണം. ഉദാഹരണത്തിന് ഒരാള് മരണപ്പെട്ടു കഴിഞ്ഞാൽ മരിച്ച വീട്ടിലെ ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല ഒരാൾ പറയാം. അത് കിടക്കാൻ പാടില്ല, തെറ്റാണ്.
അങ്ങനൊന്നുമില്ല. മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വീട്ടിൽ ഒരു പക്ഷേ ആ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കാൻ ചിലപ്പോൾ പ്രയാസം ഉണ്ടാകും, സങ്കടം ഉണ്ടാകും. ഒരു വീട്ടിൽ ഒരാളുടെ ഉപ്പ മരണപ്പെട്ട് എടുക്കുക, നമ്മൾ അതിന്റെ മുമ്പ് തന്നെ ഭക്ഷണം കഴിക്കാൻ പ്രയാസം ഉണ്ടാവും. അപ്പൊ അതിൽ അയൽപക്കത്തുള്ള ആളാണ് പ്രത്യേകം പരിഗണിച്ച് അവിടെ എന്തെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടോ ഒന്നും വേസ്റ്റാക്കി കളയാൻ പാടില്ല. പടച്ചറപ്പ് അതിനെ കുറിച്ച് ചോദ്യം ചെയ്യും. അപ്പൊ ആ വീട്ടിൽ പോവുക, അടുക്കളയിൽ പോയിട്ട് നമുക്ക് അടുക്കളയിലേക്ക് കയറാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ ഭാര്യമാരെ പറഞ്ഞയച്ചിട്ട് വീട്ടിൽ എന്തെല്ലാം ഉണ്ടാക്കിയ വസ്തുക്കളുണ്ടോ അതൊക്കെ എടുത്തിട്ട് തൊട്ട അയൽപക്കത്തുള്ള ആള് ആ ഭക്ഷണമൊക്കെ കൊണ്ടുപോകുക. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണവും ശേഖരിച്ച് അതിലേക്ക് ഒന്നുകൂടെ കൂട്ടി ആ അയൽപക്കത്ത് ഓരോരുത്തരുണ്ടാവും, അവരൊക്കെ വിളിക്കുക, സാരല്ല നമുക്കൊക്കെ മരിക്കാനുള്ളതല്ലേ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് കൊണ്ടുപോയി ഭക്ഷണം കഴിപ്പിക്കുക. അത് അയൽവാസിയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. അതൊക്കെ നമ്മൾ ചെയ്യാറുള്ളവരാണ്. പക്ഷേ ഒരാൾ വന്നിട്ട് പറയാം, ഇതൊക്കെ ഒഴിവാക്കണം എന്നിട്ട് പറയാ തെറ്റാണ്. അങ്ങനെ ജനങ്ങളെ വസ്വാസം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തി അറിയില്ലെങ്കിൽ മിണ്ടാൻ പാടില്ല. മഹാനായ ഹാരിസുൽ മുഹാസിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്, 9ാമത് പഠിപ്പിക്കുന്നു, സൃഷ്ടികളിൽ നിന്നൊരു കാര്യം കിട്ടണമെന്ന വിചാരവുമായി നടക്കരുത്. ഒരാളെടുത്ത് നല്ല പണമുണ്ട്, എങ്ങനെയെങ്കിലും അത് കയ്യിലാക്കണം, അതിനു വേണ്ടി ഇങ്ങനെ പിന്നാലെ നടന്ന് കയ്യിലാക്കാം. പിന്നെ കയ്യിൽ കിട്ടിയാൽ പിന്നെ ഒരു അഡ്രസ്സുമില്ല. ഈ രൂപത്തിൽ മനുഷ്യൻ അതമ്പതിച്ചു പോകരുത്. 10ാമതായി പഠിപ്പിക്കുന്നു, മറ്റുള്ളവരെക്കാൾ നല്ലവനാണ് ഞാൻ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകാതെ. ഞാൻ പഠിച്ച സാറാണ് പറയാൻ പാടില്ല, ചിന്തിക്കാൻ പാടില്ല, ആലോചിക്കാൻ പാടില്ല. എപ്പോഴും ചിന്തിക്കേണ്ടത്, പഠിച്ചോനെ ഞാൻ എത്ര വലിയ മോശക്കാരനാണ്, റബ്ബേ എന്നെ നന്നാക്കണേ അല്ലാഹ്. ഈ ചിന്തയാണ് ഒരു മനുഷ്യന്റെ ഖൽബിൽ ഉണ്ടാവേണ്ടത്. അതുകൊണ്ടാണ് മഹാന്മാർ പറയുന്നത്, വലിയ ആളുകളെ കണ്ടാൽ പഠിച്ചോനെ അയാൾ എത്ര ഭാഗ്യമുള്ളതാണ്, എത്ര നിസ്കരിച്ചു, എത്ര ഖുർആൻ ഓതി. നമ്മൾ ചിന്തിക്കുക, നമ്മൾ നന്നാകാൻ വേണ്ടിയിട്ടാണ്. ചെറിയ കുട്ടിയെ കണ്ടാൽ പഠിച്ചോനെ ഈ കുട്ടി ഇപ്പം മരിച്ചാൽ എത്ര വലിയ ഭാഗ്യമാണ്, ഞാൻ ഇത്ര കാലം ജീവിച്ചിട്ട് എത്ര തെറ്റുകളാണ് ചെയ്തത്, അതുകൊണ്ട് എന്നേക്കാൾ ഉഷാർ ഈ കുട്ടിയല്ലേ. ഇങ്ങനെയാണ് നമ്മൾ ചിന്തിച്ച് നമ്മുടെ മനസ്സിനെ വിചാരണ ചെയ്ത് നമ്മൾ നന്നാകേണ്ടത് എന്ന് അബൂ അബ്ദുല്ലാഹിൽ ഹാരിസിൽ മുഹാസബി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് അബൂ അബ്ദുല്ലാഹിൽ ഹാരിസ് എന്നാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പേരിനോട് കൂടെ മുഹാസബ് എന്ന ഒരു പേര് കിട്ടാനുള്ള കാരണം മഹാന്മാർ രേഖപ്പെടുത്തുന്നു. അദ്ദേഹം സ്വന്തമായിട്ട് ഇങ്ങനെ നഫ്സിനെ വിചാരണ ചെയ്തു. ഞാൻ എത്ര മോശക്കാരാണ് പഠിച്ചവനെ, എൻ്റെ കണ്ണുകൊണ്ട് എത്ര തെറ്റ് ചെയ്തു, എൻ്റെ കാതുകൊണ്ട് എത്ര തെറ്റ് ചെയ്തു, എൻ്റെ നാക്കുകൊണ്ട് എത്ര തെറ്റ് ചെയ്തു. ഓരോ ദിവസവും ഉറങ്ങുമ്പോൾ ചിന്തിക്കുന്ന മഹാന്റെ പേരാണ് അബൂ അബ്ദുല്ലാഹിൽ ഹാരിസിൽ മുഹാസബി റളിയല്ലാഹു അൻഹു. അങ്ങനെ നമുക്കും ആ ഒരു സ്വഭാവം ഉണ്ടാകും. ദിവസം കിടന്നുറങ്ങുമ്പോൾ പഠിച്ചവനെ ഞാൻ ഇന്ന് നന്മയാണോ കൂടുതൽ ചെയ്തത്, തിന്മയാണോ കൂടുതൽ ചെയ്തത്, നമ്മൾ ആലോചിക്കുക. അങ്ങനെ ആലോചിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ നന്നാകുക. അങ്ങനെ നന്നായി എന്ന് വിചാരിക്കുക, ഏറ്റവും വലിയ നല്ല മനുഷ്യനായി. എങ്കിലും നമ്മുടെ മനസ്സിൽ ഞാൻ എത്ര മോശക്കാരനാണ്, എന്നേക്കാൾ ഉഷാറുള്ള എത്ര വലിയ വലിയ മഹാന്മാരുണ്ട് എന്നിങ്ങനെ ആലോചിക്കുക. അങ്ങനെ നമ്മൾ സ്വയം നന്നാകും. അങ്ങനെ നന്നാകുമ്പോഴാണ് കിബറില്ലാതെ, ഉജുബില്ലാതെ, ഹിർസില്ലാതെ, ഷഹ്വത്തില്ലാതെ മഹാന്മാർ പറഞ്ഞ ആ റൂട്ടിലൂടെ നമ്മൾ പോവുകയുള്ളൂ. അങ്ങനെ ജീവിച്ച് മരിക്കുമ്പോഴല്ലേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒറ്റക്ക് കിടക്കുന്ന ഖബറാകുന്ന ആ മണ്ണറയിലേക്ക് പോകാനുള്ള ശരീരങ്ങളാണ് നമ്മൾ. ആരുമില്ല, നമ്മൾ ഒറ്റക്ക് കിടക്കുമ്പോൾ നമുക്ക് തണലേകാൻ, തുണയേകാൻ, നമുക്ക് സമാധാനമേകാൻ ഉള്ളത് നമ്മുടെ സ്വാലിഹായ അമലല്ലാതെ ഒരാളും നമുക്ക് വിടവില്ല. അവിടെ നമുക്ക് തണലാകുന്നത്, അവിടെ നമുക്ക് തുണയേകുന്നത് ഇത്തരം നല്ല സൽക്കർമ്മങ്ങളാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ നമ്മളൊക്കെ നന്നാകണം. പറയുന്ന ഞാൻ നന്നാകണം, കേൾക്കുന്ന നിങ്ങൾ നന്നാകണം, എല്ലാവരും നന്നാകണം. അങ്ങനെ മുഅ്മിനായി ജീവിച്ച് ആ മുഅ്മിനായിട്ട് തന്നെ മരിക്കണം. നാളെ ആഖിറത്തിലെത്തുമ്പോൾ പടച്ച റബ്ബിന്റെ മുമ്പിൽ വിചാരണ ചെയ്യുന്ന ഒരു സമയമുണ്ട്. ആ സമയം നമുക്ക് ഒരാളെയും പിടിച്ചിട്ട് എന്നൊന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവിടെ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ മക്കൾക്ക് SSLC മാർക്ക് കുറവാണെങ്കിൽ +2 നമുക്ക് സീറ്റ് കിട്ടണമെങ്കിൽ
ഇന്ന് ആരെങ്കിലും ഒക്കെ പോയി കണ്ട് ഒന്ന് എൻ്റെ കുട്ടിയെ സ്കൂളിൽ കിട്ടണം, അല്ലെങ്കിൽ സൂപ്പിക്കുട്ടി സ്കൂളിൽ കിട്ടണമെങ്കിൽ അതിന് പറ്റിയ ആളെ കണ്ട് നമ്മൾ പിടിച്ച് നമ്മുടെ കുട്ടിക്കൊരു സീറ്റ് നമ്മൾ ഒപ്പിച്ചു. പക്ഷേ ആഖിറത്തിലുള്ള സീറ്റ് കിട്ടാൻ ഒരാളെ പോയിട്ട് കണ്ടിട്ടും കാര്യമില്ല, പൈസ കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇവിടെ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ മഹാനായ ഹാരിസുൽ മുഹാസിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ 10 സ്വഭാവം നമുക്കുണ്ടാകും, എങ്കിലേ നമുക്കവിടെ രക്ഷയുള്ളൂ. ആ രക്ഷയാണ്, ആ വിജയമാണ് എന്നേക്കുമുള്ള വിജയം, ശാശ്വതമായ വിജയം. ഇത് ദുനിയാവാണ്. ഇവിടെയുള്ള വിജയവും പരാജയവും അത് യഥാർത്ഥത്തിൽ നശ്വരമാണ്. ശാശ്വതമായ എന്നും നിലനിൽക്കുന്ന വിജയം അത് ആഖിറത്തിലുള്ള വിജയമാണ്. ആ വിജയത്തിലുള്ള പരീക്ഷാ ഹാളിലാണ് ഇപ്പൊ നമ്മളുള്ളത്. അതുകൊണ്ടാണ് സൂറത്തുൽ മുൽക്കിലൂടെ അല്ലാഹു ചോദിക്കുന്നുണ്ട്, നിങ്ങളിപ്പോ ഒരു പരീക്ഷ ഹാളിലാണല്ലോ, അത് എന്ത് പരീക്ഷയാണ്? അത് നാളെ ആഖിറത്തിലെത്തുമ്പോൾ അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അമൽ ആരാണ് ചെയ്തത് അതിങ്ങനെ പരീക്ഷിച്ചു നോക്കുമ്പോൾ ആ അമലുകൾക്ക് ഭാരമുണ്ടോ? നിങ്ങൾ രക്ഷപ്പെട്ടു. റഹ്മാനായ അല്ലാഹ് സാധുക്കളായ നമ്മളെ എല്ലാവരെയും ആഖിറത്തിൽ രക്ഷപ്പെടുത്തുന്ന റഹ്മാൻ, ആരെങ്കിലും പരാജയപ്പെടുത്തരുത് റഹ്മാൻ. അവിടെ രക്ഷപ്പെട്ടാലേ ഞങ്ങൾക്ക് നാളെ രക്ഷയുള്ളൂ. നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്, ഈമാൻ നിലനിർത്തി തരണേ അല്ലാഹ്, തഖ്വ നിലനിർത്തി തരണേ അല്ലാഹ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. നമുക്ക് ചൊല്ലണം. മുത്തുനബിയോട് നമ്മുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ സമർപ്പിച്ച് നല്ല മനസ്സോടുകൂടെ നമുക്ക് ചൊല്ലണം. എല്ലാവരും അടുത്തോട്ട് വരണം. നല്ല ഉച്ചത്തിൽ നമ്മൾ ചൊല്ലണം. അല്ലാഹു നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു തരുമാറാവട്ടെ, വിഷമങ്ങളും പ്രയാസങ്ങളും അറിഞ്ഞു തരുമാറാവട്ടെ, ആഖിറത്തിൽ രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. يا أكرم الخلق ما لي من ألوذ به سواك عند حلول الحديث العامل مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولن يضيق رسول الله جاءك بإذا الكريم تجلى باسم منتقم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك الدنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظمى إن الكبائر في غفران كالأمام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لا رحمة بنا يقسمها تأتي على حسب عصيان في القسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم مولاي صل وسلم دائما أبدا
لصاحبي صلاة منك دائمة على النبي بمنهل ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل وصحبه ثم التابعين لهم أهل التقى والنقى والحلم والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مرنت عذبات الباني حصبا وأطرب العيسها للعيس بالنغم مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم سعد سعيد زبير طلحة رامي عبيدة ظهير عوف عشير كرم مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم അൽഹംദുലില്ലാഹ് ഇന്നത്തെ ചായ നമ്മുടെ മുഹമ്മദാക്കുന്ന മകനാണ് വി കെ മുഹമ്മദാക്ക അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വളരെ പ്രയാസത്തിലായിരുന്നു. വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അകറ്റി നല്ല ആഫിയത്ത് നൽകുമാറാവട്ടെ, പരിപൂർണ്ണ ശിഫ നൽകുമാറാവട്ടെ. അതെല്ലാം മരണപ്പെട്ടിട്ടുണ്ട്, അവരുടെയൊക്കെ അവരിലേക്ക് അതിൻ്റെ സ്വഭാവം എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ പ്രതിസന്ധികളൊക്കെ മാറ്റി അദ്ദേഹത്തിൻ്റെ ഭൂമിയുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ